ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന കുട്ടി അവൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ, ഈസ് ദർ എനി റോങ് വിത്ത് മീ? എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നെ കാണുന്നവരെല്ലാവരും, എൻ്റെ അധ്യാപകരായാലും റിലേറ്റീവ്സ് ആയാലും നെയ്ബേഴ്സ് ആയാലും ഒക്കെ എന്നോട് പറയും, നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാനൊരു ഫെയിലർ ആണോ? ഇത് കേട്ടതും അമ്മ കുറച്ചു നേരം നിശബ്ദയായി. മറ്റൊന്നുമല്ല, ഈ അമ്മയും ഇടയ്ക്കിടെ ഇങ്ങനെ ഉപദേശിക്കാറുണ്ട്. ഹായ്, ഐ ആം തസ്ലീന. ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ വളർന്നു വരുന്ന ഈ ജനറേഷന് ഉപദേശിക്കുന്ന പാരൻസിനെയും അധ്യാപകരെയും ഒക്കെയാണോ ആവശ്യം, അതോ അവരെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണോ ആവശ്യം? സ്ഥിരമായിട്ട് ഇത്തരം ഉപദേശം ഫ്രീ ആയിട്ട് ചൊരിയുന്നവരോടാണ്. അതായത് നമ്മൾ സ്നേഹത്തിന്റെയും കെയറിങ്ങിന്റെ ഒക്കെ പുറത്താണ് ഇവരോട് ഇതൊക്കെ പറയുന്നെങ്കിലും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അവരെന്തോ വല്ലാത്ത ഫെയിലേഴ്സ് ആണെന്നും അവരൊന്നിനും കൊള്ളാത്തവരായതുകൊണ്ടാണ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അഡ്വൈസസ് പല ഭാഗത്തു നിന്നും വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്നേഹം മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഈ ഉപദേശിക്കുന്നവരെ ആകെ വെറുക്കാനുള്ള ടെൻഡൻസിയാണ് കുട്ടികളിൽ കാണുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ആവറേജ് സ്റ്റഡിങ് സ്റ്റുഡന്റിനെ എടുക്കാം. ക്വാർട്ടർലി എക്സാമിലും ഹാഫ് ഇയർലി എക്സാമിലും മോഡൽ എക്സാമിലും ഏകദേശം ഒരേ മാർക്ക് വാങ്ങിയ ഒരു കുട്ടി, അവന്റെ മാക്സിമം അവൻ ട്രൈ ചെയ്തിട്ട് കിട്ടുന്ന മാർക്കാണത്. പക്ഷെ എല്ലാ മീറ്റിങ്ങിന് വരുമ്പോഴും നമ്മുടെ പാരന്റ്സ് ആയാലും അധ്യാപകരായാലും എല്ലാവരും പറയുന്നത്, നീ നിന്റെ പഠനത്തെ സീരിയസ് ആയിട്ട് കാണാത്തത് കൊണ്ടാണ് ഇത്രയും മാർക്ക് കുറവ് കിട്ടുന്നത്, ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കുക, ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കുക എന്നാണ്. പക്ഷെ നമ്മൾ അറിയാതെ പോകുന്നത് ആ കുട്ടിയുടെ മാക്സിമം ശ്രമിച്ചിട്ടാണ് ഈ മാർക്ക് വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. അപ്പോ ഇങ്ങനെ നമ്മൾ ഉപദേശിക്കുന്ന രക്ഷിതാക്കളായാലും അധ്യാപകരായാലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളായാലും ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഈ കുട്ടി ഈ ആവറേജ് മാർക്കിൽ മാത്രം നിൽക്കുന്നു, എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയാത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഉപദേശം നിനക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, സീരിയസ് ആയിട്ട് കാണണമായിരുന്നു എന്നെല്ലാം പറയുന്നതിന് പകരമായിട്ട് എന്തുകൊണ്ടാണ് ഇന്ന സബ്ജക്റ്റിൽ നിനക്ക് മാർക്ക് കുറയുന്നത്, അത് പഠിപ്പിച്ചത് മനസ്സിലാവാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നോട്ട്സ് ഇല്ലാത്തത് കൊണ്ടാണോ, ലാംഗ്വേജ് ആണോ നിന്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ഫാക്ടേഴ്സ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റന്റ് അഡ്വൈസ് അല്ല പ്രിഫർ ചെയ്യുന്നത്. അവർക്ക് ആവശ്യം ഈ അഡ്വൈസ് അല്ല. അവർക്ക് ആവശ്യം അവരെ കേൾക്കുന്ന പാരന്റ്സിനെയും അവരെ കേൾക്കുന്ന ടീച്ചേഴ്സിനെയും അവരെ കേൾക്കുന്ന ആളുകളെയുമാണ്. ഒരാളുടെ മാക്സിമം ശ്രമിച്ചിട്ടും ആവറേജ് മാർക്സ് മാത്രം കിട്ടിയ ആ കുട്ടിയെ എപ്പോഴും വിളിച്ച് ഉപദേശിക്കുമ്പോൾ ആ കുട്ടി എല്ലാ ദിവസവും രാത്രി മറ്റുള്ളവരെല്ലാം ഉറങ്ങുമ്പോഴും ബുക്സ് എല്ലാം എടുത്ത് അന്തം വിട്ടിട്ടിരിക്കും. എങ്ങനെയാണ് എനിക്ക് മാർക്ക് കൂടുതൽ വാങ്ങിക്കാന്നുള്ളതല്ല അവൻ ചിന്തിക്കുക. അവൻ ചിന്തിക്കുന്നത് ഈ ഉപദേശങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം, അമ്മ ഇങ്ങനെ പറയാതിരിക്കാൻ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് പറയാതിരിക്കണമെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാം, അല്ലാതെ എനിക്ക് എന്താണ് ഫോൾട്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങണമെന്ന് ചിന്തിക്കണം എന്നുള്ളതോ ഈ കുട്ടിക്ക് ഒറ്റയ്ക്കൊരിക്കലും മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ ഉപദേശം പറയുന്ന സമയം കൊണ്ട് അവരെ മനസ്സിലാക്കി അവരുടെ യഥാർത്ഥ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ഉപദേശിക്കുമ്പോൾ ആ അഡ്വൈസ് എന്നുള്ളത് മാറി അത് ഗൈഡൻസ് ആയിട്ട് മാറും. അവിടെ പ്രഷറിന് പകരം സപ്പോർട്ടായിട്ട് മാറും. അതാണ് ശരിക്കും നമ്മുടെ ജനറേഷൻ ആഗ്രഹിക്കുന്നത്. വെട്ടിത്തിരുത്തി കളിക്കാൻ നമ്മുടെ കുട്ടികൾ ഒരിക്കലും ഒരു റിപ്പോർട്ടല്ല, വെറും മനുഷ്യരാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടാൻ അവരൊരു പ്രിന്റ് ഔട്ട് മെഷീനും അല്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. എറേഴ്സ് എല്ലാം ഉണ്ടാവും. ആവശ്യമുള്ള രീതിയിൽ അവരെ കേട്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അവിടെയാണ് ആ കുട്ടികളുടെ വിജയം ഒളിഞ്ഞു കിടക്കുന്നത്. സോ കോൺസ്റ്റന്റ് ആയിട്ട് ഉപദേശിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ റീൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അഡ്വൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരന്റോ ടീച്ചറോ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. താങ്ക് യു.